ഹേയ്, ഞാനൊരു സംഭവം പറഞ്ഞുതരാം, പറഞ്ഞുതരാം, നോക്കിക്കോളൂ. നിങ്ങൾ ഈ കാണുന്ന സ്ഥലം കെട്ടിടം അടിക്കുന്നത് ഞാനമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചിയുടെയാണ്. ഒരു അധികം വാർദ്ധക്യമൊന്നും ആയില്ല. അതിനു മുമ്പ് തന്നെ അവരുടെ ഒരു മകൾക്ക് ഡെലിവറി എന്ന് പറയും. അവർക്കിത് അവരെ കാലശേഷം അവകാശം വെച്ച് എഴുതി. അപ്പം മകൾ അങ്ങ് വാഗമണ്ണിലായിരുന്നു, ഇടുക്കി. കാണുന്ന സ്ഥലങ്ങളും ആ കാണുന്ന കെട്ടിടങ്ങളും അത് അങ്ങോട്ട് കാണുന്ന എല്ലാ സ്ഥലവും അവർ ഇടുക്കിയിലായിരുന്നു. അവിടെയൊക്കെ വെറ്റി കളഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങ് പോന്നു. ഇവിടെ വന്ന് ഇത് മനസ്സിലാക്കി, ഈ സ്ഥലം ഈ ഞാനമ്മ എന്ന് പറഞ്ഞ അമ്മച്ചിയുടെ കാലശേഷം അവർക്കാണെന്നുള്ളത്. പക്ഷെ അവർ ഈ വസ്തു വാങ്ങിയ ആളുമായിട്ട് കൂട്ടുപിടിച്ചു. ആ ആളുമായിട്ട് കൂട്ടുപിടിച്ചിട്ട് അമ്മച്ചിക്ക് അവകാശം വെച്ചിരിക്കണമല്ലോ. അപ്പോൾ ഈ വസ്തു വാങ്ങിയ ആൾ ഒരു പരിഹാരം കാണിച്ചു കൊടുത്തു. അമ്മച്ചിക്ക് പകരം ഒരമ്മച്ചി ഉണ്ടാക്കി കൊടുത്തു. അറിയാതെ പോയി ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത്. അന്നത്തെ കാലത്ത് അതൊക്കെ നടക്കും. ഏതാണ്ടൊരു 30 വർഷം മുമ്പാണ് ഉള്ള സംഭവമാണ്. അങ്ങനെ ഒരു ദിവസം അമ്മച്ചി വന്നപ്പോൾ അമ്മച്ചിയെ പറ്റി എടുത്ത് കയറ്റില്ല വാങ്ങിയ ആൾ. എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അത് ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അവരൊരു ഒരു വിളിയും വിളിച്ചു. അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാനാണ്? വേദനയോട് കൂടി കുറേ കാലം കഴിഞ്ഞു അവരങ്ങ് മരിച്ചുപോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരെ മകളും മരിച്ചു. ഇങ്ങനെയുള്ള ദുഷ്ടത്തരത്തിനെ കാണിക്കുന്നവർ ഇന്നുമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന സംഭവം, ആ ഉടമസ്ഥയായ അമ്മച്ചിയും മരിച്ചു, അവകാശം വച്ചിരുന്ന അമ്മച്ചിയുടെ മകൾ മരിച്ചു, ഇത് വാങ്ങിയ ആൾ മരിച്ചു, അയാളുടെ ഭാര്യ മരിച്ചു. ആരും ഇന്നില്ല. ഇതാണ് ചതിയും വഞ്ചനയും ദുഷ്ടതയും കൊണ്ട് നേടിയത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ദോഷം പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പറ്റുന്നില്ല. അവർ വളർന്നുകൊണ്ടേയിരിക്കും.